Good morning. This is Dizon Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ദിസ് ക്ലാസ് ഫോർ MS University BA first semester students and our paper name is Introduction to Literature and our unit is 2 and our chapter is Ode to the Nightingale. എന്താണ് Ode to the Nightingale എന്ന് പറയുന്ന ഒരു പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ജോൺ കീറ്റ്സ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ Ode to the Nightingale എന്ന് പറയുന്നത് എന്താണ്? ഒരു പക്ഷിയോട് ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ പറയുന്നതാണ്. ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓഡ്. എന്നുവെച്ചാൽ അത്തരത്തിലുള്ള പോയംസിനെയാണ് നമ്മൾ ഓഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ പോയം ഈസ് റിട്ടൺ ബൈ ജോൺ കീറ്റ്സ്. എന്താണ് നമ്മുടെ പോയത്തിന്റെ പേര്? ഓഡ് ടു ദ നൈറ്റിംഗൽ. ഓക്കെ, അപ്പോ ഈ ജോൺ കീറ്റ്സും PB ഷെല്ലി എന്നൊക്കെ പറയുന്ന നമ്മുടെ റൈറ്റേഴ്സ് എന്താണ്? സെക്കൻഡ് ജനറേഷൻ പോയിറ്റ്സ് ആണ്. എന്താണ്? സെക്കൻഡ് ജനറേഷനിൽ വരുന്ന പോയിറ്റ് ആണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ആ ഒരു കാലഘട്ടത്തില് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന പോയിറ്റ്സ് ആണ് കീറ്റ്സ് ആൻഡ് PB ഷെല്ലി എന്നൊക്കെ പറയുന്ന പോയിറ്റുകൾ കേട്ടോ. അവര് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരുപാട് നല്ല സംഭാവനകൾ തന്നിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പോയം എന്ന് പറയുന്നതാണ് ഓഡ് ടു ദ നൈറ്റിംഗൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പോയിറ്റ് മരണശേഷമാണ് അദ്ദേഹം ഫേമസ് ആവുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത ആ ഒരു ഫേമസ് അല്ലെങ്കിൽ ആ ഒരു ഫെയിം എന്താണ്? അദ്ദേഹത്തിന് മരണശേഷമാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ ഓഡുകൾ എഴുതിയിട്ടുള്ള ആളാരാണ്? നമ്മുടെ ജോൺ കീറ്റ്സ് ആൻഡ് PB ഷെല്ലി എന്ന് പറയുന്ന ആളുകളാണ്. ഈ ഓഡ് എന്ന് പറയുന്നത് ലിറ്ററലി എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? അതൊരു സാഡ് പോയമാണ്. ഓഡ് എന്ന് പറയുന്നത് ഒരു സാഡ് പോയമാണ്. എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തോർത്ത് നമ്മളിങ്ങനെ പറയുന്നതിനെയാണ് പറയുന്നത്. ഈ ഒരു പോയത്തിൽ എന്താണ്? മനുഷ്യന്റെ വിഷമങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ, മനുഷ്യന്റെ വിഷമങ്ങളെ കാണിക്കുന്നു ഓഡ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തില്. ഓക്കെ, അപ്പോ അദ്ദേഹം എന്താണ്? ഒരു രാപ്പാടിയുടെ, നമ്മുടെ പോയറ്റ് ഒരു സ്ഥലത്ത് ഒരു രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഇരിക്കുന്ന സമയത്ത് എന്താണ്? അദ്ദേഹം ഒരു രാപ്പാടിയുടെ പാട്ട് കേൾക്കണം, ഒരു നൈറ്റിംഗലിന്റെ പാട്ട് കേൾക്കുകയാണ്. രാത്രിയിലാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് എന്താണ്? അദ്ദേഹത്തിന്റെ ലവറെ ഓർക്കുന്നു, ബ്രദേഴ്സിനെ ഓർക്കുന്നു. വെച്ചാൽ അവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കൈവിട്ടു പോയവരാണ്. എന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയവരാണ്. ലവേഴ്സിനെ അദ്ദേഹത്തിന്റെ ഒരു ലവറിനെ ഓർക്കുന്നുണ്ട്, ബ്രദേഴ്സിനെ ഓർക്കുന്നുണ്ട്. പിന്നെന്താണ്? അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്ന ആളുകളാണ്. അദ്ദേഹത്തിന്റെ രണ്ട് ബ്രദേഴ്സ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലവറിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്, അവരും മരിച്ചു പോയതാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ്? ഏറ്റവും നല്ല നിമിഷങ്ങൾ തന്നിരുന്ന കുറെ ആളുകളാണ് ഈ ലവേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ബ്രദേഴ്സ് ഒക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഇമോഷണൽ ആവും അല്ലെ? അത് ചിലപ്പോ നമുക്ക് എന്തൊക്കെയോ ഒരു ഓർമ്മകൾ ചിലപ്പോ ആ പാട്ട് നമുക്ക് തന്നിരിക്കാം അല്ലെ? അപ്പൊ അതുപോലെ ഈ രാപ്പാടിയുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പോയറ്റ് അദ്ദേഹത്തിന്റെ ബ്രദറിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ലവറിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ ഈ ഓർക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹം മറ്റൊരു വേൾഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അവരൊക്കെയുള്ള ആ ഒരു വേൾഡിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റൊരു വേൾഡിലേക്ക് പോകാൻ ഒരു ആഗ്രഹം. ഓക്കെ, അങ്ങനെ രാപ്പാടി എന്താണ്? നന്നായിട്ട് രാപ്പാടി ടെൻഷനൊന്നും ആയിട്ടല്ല, നന്നായിട്ടാണ് പാടുന്നത്. പക്ഷെ എന്താണ്? അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ആ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫീലിങ്സ് തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു വിഷമം തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആവും അദ്ദേഹത്തിന്റെ മൈൻഡ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പോ ആ സമയത്ത് അദ്ദേഹം പറയണ ഒരു വൈൻ കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അബോധാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു അബോധാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ പാട്ട് കേൾക്കുന്നതും ഒന്നും വ്യക്തമല്ലാതെ കുറെ കാര്യങ്ങളാണ് അവിടെയും ഇവിടെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ലവറിനെ കുറിച്ച് ഓർക്കുന്നു, ബ്രദേഴ്സിനെ കുറിച്ച് ഓർക്കുന്നു. അത് പറയുന്നുണ്ട് ആ രാപ്പാടിയുടെ പാട്ട് കേൾക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്? ഈ വേൾഡിൽ നിന്നൊക്കെ പോയി മറ്റൊരു ലോകത്തെത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മറ്റൊരു വേൾഡിലേക്ക് പോകുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പിന്നെന്താണ്? അദ്ദേഹം പറയാണ് ഈ രാപ്പാടി എന്താണ്? ഒരു ടെൻഷനൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ടാണ്, വളരെ മനോഹരമായിട്ടാണ് അത് പാടുന്നത് എന്ന് പറയുന്നു. പിന്നെന്താ പറയുന്നത്? ഒരു വൈൻ കിട്ടിയിരുന്നു എങ്കിൽ കുടിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു അവ്യക്തമായിട്ടുള്ള ഇമാജിനേഷൻസ് ആണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെന്താണ്? എന്താ പറയുന്നത്? അദ്ദേഹം പറയാണ്, എനിക്ക് ഈ ലോകത്തിൽ നിന്നൊക്കെ മാറി എന്താണ്? ആ നൈറ്റിംഗലിന്റെ വേൾഡിലേക്ക് എനിക്ക് പോകണം. അല്ലെങ്കിൽ അങ്ങനെ പാറി നടക്കുന്ന, അല്ലെങ്കിൽ അവനൊരു ഇഷ്ടമുള്ള പാട്ടുകൾ പാടി നടക്കുന്ന ഒരു രാപ്പാടിയായിട്ട് അതിന്റെ ലോകത്തേക്ക് എനിക്ക് പോകണം എന്ന് പോയറ്റിന് തോന്നുകയാണ്. ഒരു രാപ്പാടിയായിട്ട് ഇപ്പൊ നമുക്കൊക്കെ തോന്നാറില്ലേ? പക്ഷികൾ പറക്കുമ്പോൾ അതുപോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? അപ്പോ
രാപ്പാടിയുടെ പാട്ട് കേട്ടപ്പോ നമ്മുടെ പോയിറ്റ് ചിന്തിക്കുകയാണ് എന്ത്, അതുപോലെ ഒരു രാപ്പാടിയായിട്ട് അതിന്റെ ലോകത്തേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലെ പാടി നടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് അങ്ങനെ ഒരു ലോകത്തേക്ക് പോകണം, എന്നിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ മൈൻഡ് വളരെ ഫ്രീ ആയിട്ട് എന്താണ് പാറി നടക്കാൻ കഴിയണം എന്ന് പറയാണ്. അപ്പൊ അദ്ദേഹം പറയാണ് വേദനകളെല്ലാം എന്നുവെച്ചാൽ എന്റെ വേദനകളെല്ലാം ഒരിക്കൽ മാറും എന്ന് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ഒട്ടുമിക്ക വേദനകളും ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഒക്കെ ഒരു പരിധി വരെ തീരുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. കാരണം പിന്നെ അദ്ദേഹം ലാസ്റ്റ് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എന്റെ ഈ മൈൻഡ് അല്ലെങ്കിൽ എന്റെ ഈ മനസ്സൊക്കെ മാറും, എന്റെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ വരും, അതുപോലെ തന്നെ എന്റെ വേദനകളൊക്കെ മാറുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന് അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ പോയത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഓഡ് ടു ദ നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു പോമാണ് പഠിച്ചത്. ഓഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സങ്കടമായിട്ടുള്ള ഒരു സങ്കടം തന്നെയാണ്, ഒരു മനുഷ്യന്റെ സങ്കടങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇമാജിനേഷൻസിനെ കുറിച്ചിട്ട് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, ഓഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോയറ്റ് എന്താണ്, ഒരു അബോധാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു രാപ്പാടിയുടെ പാട്ട് കേൾക്കുകയും ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നുകയും അദ്ദേഹം മരിച്ചുപോയ തന്റെ ലവറിനെ തന്റെ ബ്രദേഴ്സിനെയൊക്കെ ഓർക്കുന്നതും ഒക്കെയാണ് ഈ ഒരു പോയത്തില് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഓഡ് ടു ദ നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.